ഈ പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് ശരിക്കും പറയാൻ വേണ്ടിയിട്ടാണോ പാട്ട് മ്യൂസിക് ആവശ്യം വരുന്നത്, അതേ മ്യൂസിക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു സ്കെൽട്ടനാണോ? ലൈറ്റ് മ്യൂസിക് ഇല്ലേ, ശബ്ദം പ്രൈമറിയാണ്. പ്രൈമറിയാണ്. ശബ്ദത്തെ കൊണ്ട് അത് കൊണ്ട് യു ക്യാൻ ഗിവ് കളറിങ് ടു ഇറ്റ്, ബട്ട് ശബ്ദം ക്ലിയർ ആയിട്ട് ഇരിക്കണം. വെണ്ണിലവേ 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 പോയി, വെണ്ണിലവേ പോയി. It has to be clear. Like anything you sing, you're singing a kirtanam or you're singing a pop song or you're singing a classical song, words have to be clear. Shabd pradhan hai music. What light music, what we sing basically. I'm talking of semi-classical, classical light music. Shabdam, it has to clarity, definite വേണം. ബിക്കോസ് ഫസ്റ്റ് ആൾക്കാരും ശബ്ദമാണ് കേൾക്കുന്നു, then they get hooked on to the tune, or they get hooked on to the tune and then they think of what is the both ways. But shabdam attracts people. മലർകളെ മലർകളെ വെണ്ണിലവേ വെണ്ണിലവേ. അതെ, പോയട്രി എവിടെ അപ്പോൾ പ്ലേസ് ചെയ്യാം? വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റ്. സബ്ജക്റ്റ് വിട്ടു പോരും. സബ്ജക്റ്റ് വിട്ടത് എന്ത് ചെയ്യും അല്ലേ? അതെ സാറ്, ശബ്ദം ഇത്രയും യങ്ങായിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ രഹസ്യം എന്താ? എന്താ സീക്രട്ട് അതിൻ്റെ? ബി ഹാപ്പി. ബി ഹാപ്പി. ആൻഡ് അതാണ് ഒരു 55-60 തോന്നിക്കാം മാക്സിമം വയസ്സ്. യു ടു ടെൽ മീ. ചിലപ്പോൾ 45 തോന്നും. വോയിസ് അല്ല, ഫിസിക്കലി വോയിസ് എനിക്ക് തോന്നുന്നു ചില സമയം 30 കഴിഞ്ഞിട്ടുണ്ട്, ചില സമയം 28, 25 ആ റേഞ്ചാ. ചില സാധനങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സാറിൻ്റെ ഇത് രൂപമായിട്ടൊന്നും പ്രായമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കറക്റ്റ്. അതെങ്ങനെയാ? അത് ഗിഫ്റ്റാണോ? അത് എങ്ങനെയാണത്? ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് വേറെ എന്താ ചൊല്ലും. പക്ഷെ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസമില്ല. അതൊരു ഭാഗ്യമാണ്. ഭാഗ്യമാണ്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. സാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഈ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു സിംഗിങ്ങിനെ ഇത്രയും പോപ്പുലർ ആക്കി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും? Basically, you have to feel young at heart. You can be called philosophical basically, but on the age reflect cheyakudadu. You have to preserve the child in you. Oru khushi, mischievous adile irukkanam indha vayasile. You understand? Ade. You have to keep that child in you basically. Then that keeps you young basically. Ada അതെ, അത് പോയി എല്ലാം പോയി. So you try to, അത് ആകും definitely. Sometimes also എന്നാണ്. It's like you have to keep yourself. You have to, ഇപ്പോൾ today അല്ലേ, ഇപ്പോൾ morning is gone. Don't think about morning. Think about the evening. Think of the future. And with God's grace, your health should also permit that. Very important. അതെ, അത് വേണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. സോ ഐ തിങ്ക് ഫീൽ ഹാപ്പി, ഫീൽ ലൈറ്റ്, നോ ബാഗേജ്. ഡോണ്ട് ക്യാരി യുവർ ലൈഫ്സ് ബാഗേജ് വിത്ത് യു. ലീവ് ഇറ്റ്. സാർ, ഇപ്പോൾ ബോംബെയിൽ ജനിച്ചിട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു രീതികളില്ലെങ്കിൽ നമ്മൾ അൾട്രാ മോഡേൺ ആയിരുന്ന എന്ന് വിചാരിച്ചിരുന്ന സാറിൻ്റെ തലയിൽ കെട്ട്? അയ്യോ ഒന്നുമില്ല. ഞാൻ എൻ്റെ വെൻ ഐ വാസ് ഇൻ കോളേജ് വി വർ ഗോയിങ് ത്രൂ ദ ഹിപ്പി മൂവ്മെൻറ്റ്. ആ സമയത്ത് നല്ല ഒരു ജീൻസ് വാങ്ങിയിട്ട് ഇവിടെ കീറും ഇവിടെ. ആൻഡ് ഇവിടെ പൈസ വെക്കും. ഇവിടെ യു ഗോട്ട് എ പോക്കറ്റ് ഹിയർ, യൂസ് ടു കീപ് മണി ഹിയർ ബേസിക്കലി. സോ അത് ഒരു സ്റ്റൈല്, അപ്പോൾ റഫ് സ്റ്റൈലാണ് ഇപ്പോൾ. സോ ദാറ്റ് വാസ് മൈ ടീനേജ്. സോ അതിരിക്കില്ലേ ഇപ്പോൾ? അതിൻ്റെ തുടർച്ചയായിട്ടാണോ മുടിയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ? No, it is just there. അത് ഇഷ്ടമാണോ സ്റ്റൈലാണോ എന്താണ് അതിൻ്റെ? ഇഷ്ടമാണ്. സ്റ്റൈൽ. I don't do things for others. No, I don't. അത് പോയാണ്. If you do something for others, style and the style. It's you do it. You wear clothes. You do something because you like it. അപ്പോൾ അത് it will suit you. അല്ലാതെ സൂട്ടൊക്കെ it is as forced. You're forced basically. രാജാ സാറിന് വേണ്ടിയിട്ട് രാജ സാറിൻ്റെ ഏതെങ്കിലും ഒരു സാറിന് ഇഷ്ടപ്പെടുന്ന പാട്ടാണ്? എല്ലാ പാട്ടും ഇഷ്ടം. അല്ല, അങ്ങനെയല്ല, ഒരു പാട്ട് പാടിയാണ് മനസ്സിൽ വരുന്നത് ഇപ്പോൾ. என்னை தாலாட்ட வருவாளோ, நெஞ்சில் பூ மஞ்சம் தருவாளோ,
തങ്കത്തേരാട്ടം വരുവാളോ ഇല്ലയേ മാറ്റം തരുവാളോ. ഇരുവറിലെ പാട്ടില്ലേ റഹ്മാൻ സാറിൻ്റെ പാട്രിയോട്ടിസം പാടുന്നത്, സാറ് പാടുന്നത് കേൾക്കുമ്പോൾ അത് ശരിക്കും പാട്രിയോട്ടിസം അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നും. ഇപ്പോൾ റഹ്മാൻ സാറും ചില പാട്ടുകൾ പാട്രിയോട്ടിസം പാടുമ്പോൾ നമുക്ക് തോന്നും ഈ പാട്രിയോട്ടിസം ഇങ്ങനെയാണല്ലോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ പാട്രിയോട്ടിസം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും? patriotic feeling. ഒരു പ്രൗഡായിരിക്കും. हिंदुस्तानी नाम हमारा है, सबसे प्यारा देश हमारा है, जन्मभूमि है हमारी शान से कहेंगे हम, सब ही तो भाई भाई प्यार से रहेंगे हम, भारत हमको जान से प्यारा है. Patriotism is not shouting. ഭാരത് ഭാരത് മാ, അതിൽ ഇമോഷണൽ കണ്ടന്റ് ഇരിക്കണം വെൻ യു സേ ദാറ്റ്. ഓങ്കി ലൗഡ് ഇഫ് യു സേ ഇറ്റ് ഇസ് പാട്രിയോട്ടിസം അവിടെ ഒന്നുമില്ല. ജയ് ഹിന്ദ്, അതെ, ദാറ്റ് ഇസ് പാട്രിയോട്ടിസം. ഓരോ സോങ്ങിനെയും സമീപിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സാറിനോട് നിർദ്ദേശങ്ങൾ പറയും. പക്ഷേ നമ്മുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റും തലയിലുണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് പാടാനുള്ള അവസരങ്ങൾ തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലേ നമുക്കുള്ളത്? അതെന്തായി, ഐ ടെൽ യു, ഇൻ മൈ കേസ് ദ ഫസ്റ്റ് 10 songs establish Hariharan style. So music director has also thought of my style when they composed. അതെ, അത് കൺവീനിയൻ്റ് ആയി. Certain songs it was different. Then I used to learn that genre. Take some more time to sing those songs. സാർ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടും യങ്സ്റ്റേഴ്സുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ വരെ ദീപക് ദേവുമായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ? ഇപ്പോൾ ഒരു ലെജൻഡായിട്ട് വന്ന് ഞാൻ പറയുന്നു, ഇപ്പം ഇവിടെ നീ ആർ ദ ബോസ്, മ്യൂസിക് ഡയറക്ടർ ഇസ് ദ ബോസ്. പറയൂ എപ്പടി, ഇഫ് ഇറ്റ് ഇസ് ഫൈൻ യു ഹാവ് ടു ഓക്കെ ഇറ്റ്. So I leave it to them. I'm a student there. I will learn their song, sing the way they want. Then they'll say, please improvise. Then I improvise. Otherwise, I don't improvise. കാരണം it is their work അല്ലേ. വർക്കിനോടുള്ള സിൻസിയറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് മലർകളെ പാടുമ്പോഴാണെന്ന് തോന്നുന്നു പനിയായിരുന്ന സമയത്ത് റഹ്മാൻ സാർ പാകമല്ലേ. അല്ല, അപ്പം എന്താ സാറ് പറഞ്ഞു? റഹ്മാൻ സാർ എന്താ പറഞ്ഞു? റഹ്മാൻ സാർ ചില ഹരി God is there. Let us try. நல்லா இருக்கு. ஒரு 2 times I sang. It is beautiful. It is very nice to listen. Natarajan sir was the producer. So அவரும் சொன்னார் நல்லா இருக்கு ஹரி, நல்லா இருக்கு சொன்னார். Then we took the song. ഭയങ്കര പണി എനിക്ക്. ഫാമിലിയെ കുറിച്ച് പറയൂ സാർ. ഇപ്പോൾ കേരള കണക്ഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പാവിടെ ഫുൾ ഫാമിലി. തിരുവനന്തപുരത്തായിരുന്നു. അമ്മയാണ് തിരുനെൽവേലിയാണ്. പക്ഷെ രണ്ടുപേരും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ടീച്ചറായിരുന്നു. അപ്പ വന്ന് ഈസ് എ പ്രൊഫസർ ഓഫ് മ്യൂസിക്. ഹി ലേൺ മ്യൂസിക് ഫ്രം സ്വാതി തിരുനാൾ സ്കൂൾ, ഫസ്റ്റ് ബാച്ച്. വെൻ ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ദാറ്റ് അവിടെ പഠിച്ചിട്ട് he became a graduate in music. And my mother learned music from my father. അതടിപൊളി. And then they had their own school of music, South Indian School of Music. So ബോംബെയിൽ. അപ്പോൾ സാർ കർണാട്ടിക് അങ്ങനെയാണോ പഠിച്ചത്? ആമാം, ബോംബെയിൽ. ജനിച്ചത് ബോംബെയിലാണ്. ഹിന്ദുസ്ഥാനി കണക്ഷൻ പിന്നെ 73 I met ഗുലാം സുഖാൻ പഠിച്ചു. ഇപ്പോൾ ഗസൽസ് പല മൂഡിലുണ്ട്. ഇപ്പോൾ സാറിനോട് ഏതെങ്കിലുമൊക്കെ മൂഡ് പറഞ്ഞാൽ അത് സാർ മനസ്സിൽ വരുന്നൊരു ഗസൽ പറയോ? ഇപ്പോൾ വിരഹമാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ വരുന്ന ഗസൽ ഏതായിരിക്കും? ക്യോं ഹമേ മൗത്ത് കെ पैगाम दिए जाते हैं, ये सजा कम तो नहीं है कि जिए जाते हैं, क्यों हमें मौत. सगरे सनि धनि रे ग മകര ഗ മദ മഗ പഗ മര ഗര ഗ ക്യോं ഹമേ മൗത്ത്. അല്ല, കുറച്ചുകൂടെ ദുഃഖം. ഗം ബഡേ ആത്തെ ഹൈ
कातिल की निगाहों की तरह तुम छुपा लो मुझे ऐ दोस्त गुनाहों की तरह गम बड़े आते हैं कातिल की निगाहों की तरह. അപ്പോൾ പിന്നെ ഇനി പ്രണയവും കൂടെ എക്സ്പ്രസ് ചെയ്യാം. പ്രണയം, ലവ്, പ്യാർ. प्यार. हुस्न को चांद जवानी को कंवल कहते हैं उनकी सूरत नजर आए तो गजल कहते हैं हुस्न को चांद जवानी को कंवल कहते हैं. ഒരു പക്ഷേ സാറിൻ്റെ ഈ ഇംപ്രവൈസേഷൻസിന് ഇണങ്ങുന്ന ഖയാൽ അല്ലെങ്കിൽ ഗസലിൻ്റെ ഏരിയ ഒരു പക്ഷേ ഹിന്ദുസ്ഥാനി കർണാട്ടിക് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ചെറിയ ലിബറൽ ആയിട്ടുള്ളൊരു ഫ്രീഡം തരുന്നത് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റിവിറ്റിയെ കൂട്ടുന്നുണ്ടോ? സാറിൻ്റെ ഒരു മ്യൂസിക്കൽ നോളജ് വെച്ചിട്ട് എന്താണ് അതിനെപ്പറ്റി? അല്ല, ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്രിയേറ്റീവാണ്, കർണാട്ടിക് മ്യൂസിക് വെരി ക്രിയേറ്റീവ്. അവിടെ റിജിഡിറ്റി ഈസ് സാഹിത്യം. യു ഡോണ്ട് ഡു എനിത്തിങ് വിത്ത് ദ സാഹിത്യം. അതാണ് ഇറ്റ് ഈസ് ഓൾ കമ്പോസ്ഡ് ബൈ ദ ഗ്രേറ്റ് സെയിൻസ് ത്രിമൂർത്തി. അത് അവിടെ വെച്ചിട്ട് യുവർ ഇംപ്രവൈസേഷൻ കംസ് വെൻ യു ആർ ഡൂയിങ് സ്വരം ഓർ വെൻ യു ആർ ഡൂയിങ് യുവർ നെരവൽ ഓർ വെൻ യു ആർ സിംഗിങ് യുവർ രാഗം. അവിടെ ഒരു റിജിഡിറ്റി கிடையாது, മനസ്സ് പോലെ പാടും. ബട്ട് அந்த ராகத்தில் பர்ஃபெக்டாக இருக்கணும், பியூராக இருக்கணும். ஸோ ரிஜிடிட்டி ஒன்லி ஆஸ் ஃபார் as யுவர் கம்போசிஷன் இஸ் கன்சர்ன். அதனால கல்பனா ஸ்வரா கல்பனா ராகம் எல்லாம் உண்டு இல்லை. கல்பனா becomes you can use your own imagination. സെറ്റിൽ അത്. അതുപോലെ ആൻഡ് ഇവിടെ ഒന്ന് ഇന്ന് കീർത്തനത്തിൽ താളം വെരി ടൈറ്റ് ഉണ്ട്, ലയം ரொம்ப ടൈറ്റാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. ആൻഡ് ശബ്ദം കൂടെ ദ വേ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓൾസോ വെരി ലയ ഓറിയൻറ്റഡ്. സോ അത് ഫോളോ ചെയ്യണം. സമ്പ്രദായ ഉരുപ്പിടി, ദ വേ യു സിങ് യു ലേൺ, അതിൽ റിജിഡിറ്റി ഉണ്ട്. ഹിന്ദുസ്ഥാനിയിൽ ശബ്ദം കുറച്ചിലാണ്, ഖയാലിയോ ഒരു ലൈൻ ഒരു അന്തരാണ്. സോ യു ഹാവ് മോർ ഫ്രീഡം ടു, you have more scope lyrically. You can do so many things with that's two lines basically. So these are two different modes of music, I would say. ഇതിന് രണ്ടിൻ്റെ സാഹിത്യം നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഹിന്ദുസ്ഥാനി പ്രണയത്തെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച്, കാരണം അതിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് മോസ്റ്റ്ലി ഗ്രൂ അപ്പ് ഇൻ കോട്ട്സ്. രാജാമാരുടെ നവാബോടെ കോട്ട്സിലാണ്. സോ ഇറ്റ് വാസ് മോർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അതിൽ ധ്രുപദ് ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ, അതിൽ ഒരു സെക്ടർ ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ. ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ശൃംഗാർ ഓറിയൻറ്റഡ് ഓർ സ്പിരിച്വലിസം. ദിസ് റംഗ് ഉണ്ട് അതിൽ ജാസ്തി. നമ്മ കർണാട്ടിക് മ്യൂസിക് ഹാസ് ഗ്രോൺ അപ്പ് ഇൻ ടെമ്പിൾസ്. അതെ, ഇറ്റ് ഈസ് മോർ റിലീജിയസ്. വാദാബിയൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ഇനി വാദാബി അങ്ങനെ തന്നെയാണല്ലോ സാഹിത്യം ചിട്ടപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്കത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ എതുക്ക്, വേറൊന്നും പണ്ണ്. അതെ, why do you have to touch that? You do something else. അതെ അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ സ്വാതന്ത്ര്യം രണ്ടിലുണ്ടെന്നാണ് സാർ പറയാൻ ശ്രമിക്കുന്നത്. ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ്, ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഉണ്ട്. കൽപ്പന രണ്ടത്തിലുണ്ട് ഡെഫിനറ്റ്. ഒരു അത്യാവശ്യം യാത്രയുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ മ്യൂസിക്കുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഒരു ഭയങ്കര ഒരു ലേണിംഗ് സ്റ്റേജ് ഉണ്ട് ശരിക്കും. ഏതാണ് പഠിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു കാലം, ആ കാലത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ശരിക്കും? അല്ല, ഇറ്റ് വാസ് പാഷൻ. കർണാട്ടിക് മ്യൂസിക് കൊണ്ട് എനിക്കിപ്പോൾ ഹിന്ദുസ്ഥാനി കற்றுക്കണം. സോ അതൊന്നുമില്ല, അത് സിംഗിങ് പ്ലേ ബാക്ക് സിംഗർ ആണമോ അവിടെ ഒന്നും ആഗ്രഹമുണ്ടില്ല. അത് ടുക്ക് ഷേപ്പ് ആഫ്റ്റർ 4 years ഡ്യൂറിങ് 76, 77 ഇറ്റ് ടുക്ക് ഷേപ്പ്. ഒരു കോമ്പറ്റീഷൻ, സൂർസിംഗാർ സംസദ് കോമ്പറ്റീഷനിൽ ഐ ഗോട്ട് എ പ്രൈസ്. അവിടെ നിന്ന് ഫസ്റ്റ് ഫിലിം കിട്ടി, ഗമൻ. അവിടെ നിന്ന് തുടങ്ങി. ഇനിയിപ്പോൾ മനസ്സിനകത്ത് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ സൺ അക്ഷയ് ഹരിഹർ, അതെ, അവിടെ ഐ എം ഡൂയിങ്, ഹീ ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് ട്രാൻസ് മ്യൂസിക് ആൻഡ്
EDM, ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്. അവർ കൂടെ ഒരു കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അക്ഷയാണോ മൂത്തത്? മൂത്തത് ഇളത് കരൺ. ആക്ടിങ്ങിൽ ആക്ടിങ് ആണ്. നന്നായി പോകുന്നുണ്ട്. യെസ് യെസ്. അയാൾക്ക് മ്യൂസിക് താല്പര്യമില്ല? ഉണ്ട്. അത് പിയാനോ വാസിക്കും, പാടും, എല്ലാവരും പാടുക. അവർക്ക് അഡ്വൈസ് ഒക്കെ സാർ കൊടുക്കാറുണ്ടോ? എന്താ പറയുക? പിന്നെ കൊടുക്കും. ബിക്കോസ് ബട്ട് ഐ ഗിവ് ദം ദ ഫ്രീഡം ടു ഡിസൈഡ്. ദേ ആർ ഓൾ ഗ്രോൺ അപ്പ് അല്ലേ. അല്ല, പക്ഷെ എന്തെങ്കിലും ലെസൺസ് ഒക്കെ കൊടുക്കുമോ സാർ? എങ്ങനെ യൂട്യൂബ് ചെയ്ത് കൊടുക്കേ, ഈ ലെസൺ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കില്ല? അവർ സ്വയം പഠിച്ചോട്ടെ? അല്ലല്ല, they learn. He's a pianist. He's not singers like singer. Even Akshay, he sings. He's recorded 3-4 songs and all that, and he sings with me. But basically, he's trained himself as a producer and പാട്ട് പാടും. And Karan is an actor and he sings also. Is a natural singer. സാർ ഇപ്പോൾ കുറേ ജോണേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ കുറിച്ചുള്ള സാറിൻ്റെ കമൻറ്റുകൾ പറയും. 90s there was a movement. 96 when colonial came, there was so many people who did alternative music, basically non-filmy music. Ipo basic music is becoming very, very independent music is becoming very strong because of YouTube also. Because everybody does their songs and put in the YouTube. They have a platform basically, which is very good. ഹാരിസ് ജയരാജിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. He's given me some beautiful songs. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை, നീരുக்குள் மூழ்கிடும் தாமரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை. ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை நீ ஏந்தி, ஏன் சென்றாய் என்னை தாண்டி, ഇനി നീതാൻ നന്ദാതി. വാവ്. സാറേ, ജി.വി. പ്രകാശ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഏത് പാട്ടാണ് ഓർക്കുക? G.V. Prakash is that song which has become very popular. ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതേ, சொல்லாமல் உன் சுவாசம் என் மூச்சு கேட்குதே. ബ്യൂട്ടിഫുൾ മെലഡി. അതെ. അതേപോലെ ശരത് സാറിന് വേണ്ടിയിട്ട് മഴയെ എന്ന് പറയുന്ന പാട്ടില്ലേ? അമേസിംഗ്, ബ്യൂട്ടിഫുൾ. മഴയേ മഴയേ വാനിൽ നിറമേ ബ്യൂട്ടിഫുൾ മൂവ്മെന്റ്. ശരത് ഈസ് അമേസിംഗ്. സാർ ഏതെങ്കിലും ഒരു ഗസലൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. काश ऐसा कोई मंजर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता. ഈ ഗസൽ ആദ്യം ആശാ ഭോസ്ലെ മാം ഇങ്ങോട്ട് വന്ന് പറയാണ് ചെയ്ത ഒരു ഗസൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആൽബം ചെയ്യുമോ? അത് ഭയങ്കര ഒരു അവാർഡല്ലേ? absolutely. And I couldn't believe it. I said, ഞാൻ ചെയ്യുമോ? I said, yeah, okay. അവിടെ ബ്യൂട്ടിഫുൾ പാടിയിട്ടുണ്ട്. യോ നഥി മുझसे बेरुखी पहले, तुम तो ऐसे न थे कभी पहले, यूं न थे मुझसे बेरुखी पहले. അന്നത്തെ കാലഘട്ടം കൂടി ജീവിക്കാൻ കഴിഞ്ഞു. ആ മ്യൂസിക് ലെജൻസിൻ്റെ കൂടെ നമുക്ക് പാടാൻ പറ്റി. അത് സാറിൻ്റെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയുക, ഒരു അടിത്തറയല്ലേ, ഒരു ശരിക്കും ബേസ് അതല്ലേ? Definitely. I've worked with Jaydev ji, Naushad Saab, Salil Chaudhary ji, Lakshmikant Pyarlal, R.D. Burman, Raja sir. Then I've sung one song for Devarajan Master. ഫസ്റ്റില്. അതെ.
ആദ്യം മലയാളത്തിൽ പാടിയത് തന്നെ. 1980 ആ ഫസ്റ്റ് മലയാളത്തിൽ പാട്ടത്. ഫസ്റ്റ് മലയാളത്തിൽ. ആ പാട്ട് ഓർക്കുന്നുണ്ട്. ജന്മജന്മാന്തര സുകൃതമടയ നിമിഷമെങ്ങലും നീ തരൂ നീ തരൂ. ഒത്തിരി ലെജൻസിനെ കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, ദേവരാജ മാസ്റ്ററെ കുറിച്ച് ഒരു കമന്റ്. വെരി സിമ്പിൾ മാൻ. ഓയ്യോ, ഹി ഈസ് സച്ച് എ സ്വീറ്റ് മാൻ. മ്യൂസിക്കൽ നോളജ് വെരി അമേസിങ്, അമേസിങ്, വെരി വെരി പ്രിസൈസ് മ്യൂസിക്കൽ നോളജ്. നമുക്ക് അങ്ങനെ ഒരു മാസ്റ്ററെ കിട്ടിയതിൽ അഭിമാനിക്കാം. പിന്നെ absolutely, absolutely. സാറ് തുള്ളാതെ മനം തുള്ളില്ലേ, തൊടു തൊടു നിലവിയല്ലേ, തൊടു തൊടു നിലവേ വനവിലങ്ക് ദൂരത്തിലടിക്കുന്ന നേരം. I've heard this. ഇത്തരം പാട്ട് പാടിയിട്ടുണ്ടല്ലോ, എല്ലാം ജ്ഞാപകമല്ലേ.